മധുരം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? മധുരത്തെ ഒരു ബിസിനസ്സാക്കി മാറ്റി ഇന്ന് ജീവിതത്തിൽ മുന്നേറുന്ന ഒരു വനിതയെ ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മുടെ സഭ ഈ വർഷം സമുദായ ശാക്തീകരണ വർഷം ആഘോഷിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും ഒക്കെ ശക്തിപ്പെടുത്തുന്ന സ്വന്തം കഴിവുകളിലൂടെ വളർന്നു വരുന്ന ഇത്തരം വനിതകൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. അത്തരത്തിൽ മധുരം വിളമ്പിക്കൊണ്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ മധുരങ്ങളെല്ലാം ഉണ്ടാക്കിയ ആളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആൻറ്റി ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ പേര് ലിനു എന്നാണ്. ലിനു മാത്യു, പള്ളിക്കാട് മാലി വീട്ടുപേര്. ഞാൻ എൻ്റെ ജന്മദേശം തൊടുപുഴയാണ്. ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാണ്. ഇവിടെ വെരൂർ ഇടവകക്കാരിയാണ് ഞാൻ. മടുക്കുമ്പോട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ ബേക്കിങ്ങിലേക്കുള്ള വരവ്? എൻ്റെ അമ്മ നല്ലതായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. അമ്മ ഞങ്ങളുടെ ചെറുപ്പം മുതലേ, ഞാൻ വീട്ടിലെ ഇളയ ആളാണ്. അപ്പം എൻ്റെ കൊച്ചിലെ മുതലേ അമ്മ ഇങ്ങനെ എല്ലാ ഫംഗ്ഷനും കേക്ക് ഉണ്ടാക്കി തരുകയൊക്കെ ചെയ്യുമായിരുന്നു. അടുപ്പത്ത് വെച്ചുണ്ടാക്കുന്ന അന്നത്തെ മോളി കനലിട്ടുണ്ടാക്കുന്ന ആ കേക്ക് ബേക്കിംഗ് മുതലേ അമ്മ തുടങ്ങിയതാണ്. അപ്പോൾ അതിലേക്ക് വന്നു. പിന്നെ കുക്കിംഗ് ബേസിക്കലി എനിക്കിഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പിന്നെ വിമലാലയത്തിൽ പഠിച്ചതാണ്. ബേക്കിംഗ് പഠിച്ചിട്ടുണ്ട്. ആ ഒരു ചെറിയ ഇത് വെച്ച് ഞാൻ എല്ലാ ഫംഗ്ഷനും എല്ലാവർക്കും ഫ്രണ്ട്സിനും ഒക്കെ കേക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു വേളയിൽ ഒരു CMI ചെത്തിപ്പുഴ CMI ആശ്രമത്തിൽ ഒരു അച്ഛന് ഗിഫ്റ്റ് കൊടുത്തപ്പം അച്ഛനത് ഫംഗ്ഷനിൽ മുറിക്കുകയും അങ്ങനെ ഇഷ്ടപ്പെട്ട് അച്ഛൻ എന്നോട് ഇത് ബിസിനസ്സാക്കി ഞാൻ ക്യാഷ് ഇതിന് രൂപ തന്ന് വാങ്ങിക്കാം എന്ന് പറഞ്ഞ അച്ഛനാണ്. പൂവാട്ടിൽ എന്ന് പറയുന്ന അച്ഛനാണ്, പൂവാട്ടി അച്ഛനാണ് എന്നെ ഇതിലേക്ക് സത്യം പറഞ്ഞാൽ. ബാക്കി എല്ലാവരും പറയുമെങ്കിലും എനിക്കൊരു മടിയായിരുന്നു. അങ്ങനെ അവിടെ കൊടുത്താണ് ഇതൊരു ബിസിനസ്സായി തുടങ്ങിയത്. സംരംഭത്തിന്റെ പേരെന്താണ്? കേക്ക് ഫെയറി എന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര്, കേക്ക് ഫെയറി? എൻ്റെ മോനാണ് അത്. മോനും എൻ്റെ ചേച്ചിയുടെ മക്കളും അവർ പിള്ളേരുടെ സജഷനാണത്. അത് ആൻറ്റി എംബ്ലം ഉണ്ടാക്കിയത് എൻ്റെ ചേച്ചിയുടെ മോളാണ്. പേരിട്ടത് എൻ്റെ മോനുമാണ്. അപ്പോൾ തൊടുപുഴ എന്നൊരു നാട്ടിൽ നിന്ന് ഇന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് വന്ന് അറിയപ്പെടുന്ന ഒരു ബേക്കറായിട്ട് മാറിയിരിക്കുകയാണ്. ആ ഒരു വ്യത്യാസത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ വളരെ ഇഷ്ടത്തോടുകൂടി സ്നേഹം കൂട്ടി ഉണ്ടാക്കുന്നതാണ്. എല്ലാം അധികം സാധനങ്ങളും ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. പുറത്തുനിന്ന് വാങ്ങിച്ചുള്ള റെഡിമെയ്ഡ് ഐറ്റങ്ങൾ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇങ്ങനെ സോസുകളൊക്കെ ആണെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കി ചെയ്യുകയാണ്. കഴിവതും ഞാൻ തന്നെ ചെയ്യുന്ന സാധനങ്ങൾ എൻ്റെ മക്കൾക്ക് നമ്മൾ ആരോഗ്യപരമായി എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നു അതുപോലെ തന്നെ ഞാൻ മറ്റുള്ളവർക്കും കൊടുക്കുന്നു. പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. ജ്യൂസ് ഐറ്റം ഉണ്ടാക്കാറുണ്ട്, ഞാൻ സ്ക്വാഷ് അങ്ങനത്തെ ഐറ്റം ഉണ്ടാക്കാറുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് നല്ലതായിട്ട് എൻകറേജ് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാരും ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നതാണ്. ചെറിയ കാര്യങ്ങൾ വരെയാണെങ്കിൽ നല്ലതാണെങ്കിൽ ഒത്തിരി അവർ അപ്രീഷിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് എനിക്കൊരു ആത്മധൈര്യം ഉണ്ടായത്. അപ്പോൾ നമ്മുടെ കേക്ക് ഫെയറിയുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ്? ഞാൻ തന്നെ എൻ്റെ ബേസിക് നോളജ് എന്ന് പറയുന്നത് വിമലാലയത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു ബേസാണ്. അതിൽ വെച്ച് ഞാൻ എൻ്റെ ടേസ്റ്റും നമ്മൾ എവിടെ നിന്നെങ്കിലുമൊക്കെ കഴിക്കുന്ന ആ ടേസ്റ്റ് എന്ത് വെച്ച് ചെയ്താലിങ്ങനെ ആകുമെന്ന് അങ്ങനെ തന്നെ ചെയ്തുണ്ടാക്കിയതാണ്. എൻ്റെ ടർക്കിഷ് കോഫിയൊക്കെ എൻ്റെ ടേസ്റ്റാണത്. ഞാൻ തന്നെ അതിനാണ് ടർക്കിഷ് കോഫിയുടെ സോസ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ തന്നെ ചെയ്തുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ബ്രൗണി അങ്ങനെയുള്ളതൊക്കെ പിന്നെ നമ്മൾ കോമൺ ആയിട്ടുള്ള ചില അറിവുകളുണ്ടല്ലോ, അങ്ങനെ കൂട്ടുണ്ടാക്കിയപ്പം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അത് തന്നെ സെയിലായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഈ ഒരു ബിസിനസ്സിലെ വളർച്ച എങ്ങനെയുണ്ട്? അപ്പോൾ ഇതൊരു അച്ഛൻ തന്ന മോട്ടിവേഷനിൽ നിന്ന് തുടങ്ങിയ ഒരു ബിസിനസ് എങ്ങനെയാണ് ആൻറ്റിയുടെ ബിസിനസ് പോകുന്നത്? എത്രത്തോളം ബിസിനസ് വളർന്നു? ഈ നാളുകളിൽ നേടിയ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഞാൻ തുടക്കത്തിൽ അവിടെ തന്നെയായിരുന്നു. പിന്നെ ഇങ്ങനെ പലരും കഴിച്ചാണ് നമ്മുടെ അതങ്ങനെ ആയത്. പിന്നെ നമ്മുടെ അരമനയിൽ ഞാൻ ഒരിടയ്ക്ക് പിതാവിൻ്റെയൊക്കെ ജൂലിക്കും ബർത്ത്ഡേക്കും ഒക്കെ ഒരു സീസണിൽ ആ സമയത്ത് പരിചയം ഉണ്ടായിരുന്ന ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അവർ കഴിച്ചിട്ട് അങ്ങനെയാണ് നമ്മുടെ ഇടവയിൽ തന്നെയുള്ള മണക്കളത്തിൽ ബ്രദർ നമ്മുടെ കേക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അരമനയിലേക്ക് മേടിച്ചത്. അങ്ങനെ ആ ഇടയ്ക്ക് കുറേ കേക്കുകൾ ഞാൻ പിതാവിൻ്റെ പരിപാടികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോഴും പിതാവിന് എൻ്റെ അടുത്തുനിന്ന് 2 പേര് സ്ഥിരമായിട്ട് എല്ലാ ക്രിസ്മസിനും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. എൻ്റെ കേക്കുകളാണത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ എനിക്ക് അഭിമാനം തോന്നുന്ന കാര്യങ്ങൾ, സന്തോഷമുള്ളതാണ്. പിന്നെ കൊറോണ സീസണിൽ ആദ്യത്തെ കൊറോണ സെക്ഷനിൽ എല്ലാ ദിവസവും തന്നെ കേക്ക് ഉണ്ടാക്കിയ ഒരാൾ ഞാനായിരിക്കും. ആ സമയത്ത് ഇങ്ങനെ വന്ന് ആൾക്കാർ മേടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പം എനിക്ക് ഷോപ്പൊന്നുമില്ല. ആൾക്കാർ ഇഷ്ടമായിട്ട് വന്ന് വിളിക്കുമ്പം അങ്ങനെ കൊടുക്കുക, അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ എനിക്കറിയാം നമ്മൾ കോവിഡ് സമയത്ത് ഒരുപാട് ബേക്കേഴ്സ് വന്നൊരു സമയമാണ്. ബേക്കിംഗ് ഒരു പാഷനാക്കി ഒരുപാട് ആളുകൾ അത് പ്രൊഫഷനാക്കി മാറ്റിയതാണ്. അപ്പോൾ ആൻറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ആളുകൾ വരുന്നു, മത്സരം കൂടുന്നു, ആസ് എ സംരംഭക അല്ലെങ്കിൽ ഒരു ബിസിനസ് നമ്മൾ എന്താണെങ്കിലും ഒരു ചെറിയ നമുക്ക് ഇൻകം ലഭിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്തിരുന്നോ? ഇല്ല, മെയിനായിട്ട് എൻ്റെ ഒരു പാഷനാണ്, എൻ്റെ ഇൻട്രസ്റ്റാണിത്. എനിക്കിഷ്ടമാണ് ആൾക്കാർക്ക് ഇത് കേൾക്കുന്ന തന്നെയല്ല, എന്ത് ഭക്ഷണമാണേലും ഉണ്ടാക്കി
കൊടുത്ത് അവരെ കഴിപ്പിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി, അത് തന്നെയാണ്. പിന്നെ ഇൻകം ഒബ്വിയസ്ലി എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ ഞാൻ പിന്നെ ഒരു ഗാർഡൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് അതിൻ്റെ മിക്കവാറും ഇതിൽ നിന്നുള്ള പ്രോഫിറ്റ് കൊണ്ടാണ് എൻ്റെ വീട്ടിലെ ചെടികൾ ഒത്തിരി കളക്ഷനുണ്ട്. അങ്ങനെയുള്ള എൻ്റെ പ്രൈവറ്റ് കാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ അതേ ഉള്ളൂ എനിക്ക്. അപ്പം ആസ് ഒരു സംരംഭക അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ്സിൻ്റെ ഓണർ എന്ന നിലയിൽ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ അധികം ഡിപ്പെൻഡ് ചെയ്യാണ്ട, ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യാണ്ടാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വന്നപ്പോൾ ആൻറ്റിക്ക് ഉണ്ടായ ഒരു കോൺഫിഡൻസ്, ആ ഒരു ഗ്രോത്ത് എങ്ങനെയായിരുന്നു? എനിക്ക് മെയിനായിട്ട് ഒത്തിരി പേരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നെ ആദ്യം ഈ വെരൂർ ഇടവകയിലൊരു കുക്കിംഗ് ക്ലാസ്സിന് വിളിച്ചിരുന്നു, ബേക്കിംഗ് ക്ലാസ്സിന്. അതിൽ നിന്ന് കിട്ടിയ വരുമാനം ഞാൻ ആദ്യമായിട്ട് ഒരാൾക്ക് വീട് വെക്കാനുള്ള ഒരു ബേസിക് സ്റ്റാർട്ടിങ് അതായിരുന്നു, അവിടെയാണ് തുടങ്ങിയത്. അതിൽ നിന്ന് ഉണ്ടാക്കി ഞാനങ്ങനെ അങ്ങനെ കുറേ സഹായങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതെനിക്കൊരു വലിയ കാര്യമാണ്. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അതെനിക്ക് പറ്റുന്നുണ്ട് കുറേ പേർക്ക് അങ്ങനെ ചെയ്യാനായിട്ട്. ഒരു ബിസിനസ് സംരംഭക എന്ന നിലയിൽ ഒരു ഹാപ്പി വിമനാണ്, ഒരു ഫീൽ പ്രൗഡ് വിമനാണ്. തീർച്ചയായിട്ടും നല്ല എൻ്റെ കേക്ക് കഴിക്കുന്നവരൊക്കെ വളരെ ഇഷ്ടത്തോടുകൂടി ഇപ്പോഴാണേലും വന്ന് പലരും പറഞ്ഞു നല്ല കേക്കാണെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ഫെയറി കേക്കിലേക്ക് എത്താൻ പറ്റുന്നത്? നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളോ സോഷ്യൽ മീഡിയ പേജുകളോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, കേക്ക് ഫെയറി 20 എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. പിന്നെ ജസ്റ്റ് വിസിറ്റിംഗ് കാർഡ് ഞാനിവിടെ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അധികവും പിന്നെ കഴിച്ചിട്ട് വന്ന് പറയാനാണ് അധികവും ആൾക്കാർ. ഞാൻ പിന്നെ അധികം അങ്ങോട്ട് ഇതിൽ മാത്രമായിട്ട് അങ്ങോട്ട് പോകാനും അല്ല, എൻ്റെ ഒരു അത് തന്നെ അങ്ങനെ ഒരു ആ രീതിയിലാണ്. അല്ലാതെ ഫുൾ ഞാനിങ്ങനെ ഷോപ്പിൽ കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇഷ്ടമുള്ളവർ വന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹത്തോടുകൂടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. താങ്ക് യു ആൻറ്റി. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു കേക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മധുരം ഒരു ബിസിനസ്, അതിലുപരി ഒരുപാട് ആളുകളെ സഹായിക്കാനുള്ള വലിയൊരു അവസരമായിട്ടാണ് ആൻറ്റി ഇതിനെ കാണുന്നത്. അപ്പോൾ ആൻറ്റിയോട് ഇത്രയും നേരം സംസാരിച്ചപ്പം ആൻറ്റിയുടെ മുഖത്ത് വരുന്നൊരു ചിരിയുണ്ട്. ആ ചിരിയും ആ ഒരു സ്നേഹവും കൂടി മിക്സ് ചെയ്താണ് ആൻറ്റി കേക്ക് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇനിയും ഈ ഒരു ബിസിനസ് ഒരുപാട് വളരട്ടെ, ഒരുപാട് ആളുകൾക്ക് സഹായമായി ആൻറ്റി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും.